ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ നമുക്ക് കിഴിയൊന്നും കെട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ആ ചെറുപയറിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്റ്റെയിനറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറയെ ഹോളുകളുള്ള സ്റ്റെയിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുള വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ ചെറുപയർ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ജനലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുള വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴി കെട്ടി വെക്കേണ്ട ഒരു ആവശ്യമൊന്നും തന്നെ നമുക്ക് വരില്ല. ഇപ്പോൾ ഇതേ ഉച്ച ആയപ്പോഴത്തേക്കും നമ്മളുടെ മുളയൊക്കെ നല്ലപോലെ പുറത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് എനിക്ക് ഉച്ച ആയപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മുളപ്പിച്ചെടുക്കാനായിട്ട് 1-2 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ വൈകിട്ടായപ്പോഴത്തേനും നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മുള പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റ് ആയപ്പോഴത്തേനും നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ മുഴുവൻ പയറും ഇതുപോലെ നന്നായിട്ട് തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 1 വീക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇടവിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ മുളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നർ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാറ്റൊന്നും ഉള്ളിൽ കിടക്കാത്ത രീതിയിലുള്ള ഒരു കണ്ടെയ്നറിൽ ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കല്ലുപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടിപ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1-2 ടിപ്സാണ് കേട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഹാർഡ് ബോക്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കഴുകിയതിന് ശേഷം ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് എടുക്കുക കേട്ടോ. കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് തുറക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുമാണ് ഇത്. നമുക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ലാസ്റ്റത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഞാൻ ഈ ഒരു അളവിലാണ് ഇത്രയും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉപ്പൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം തന്നെ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീടുകളൊക്കെ ഡെയിലി തുടച്ച് ക്ലീൻ ആക്കി ഇടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീക്കിലി വൺസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീടൊക്കെ ഒന്നും കൂടെ ഹൈജീനായിട്ട് ഇരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫ്ലോർ ക്ലീനറായിട്ട് അത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഗ്രാസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ വീടൊക്കെ വളരെ നീറ്റായിട്ട് ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് നമ്മളുടെ വീട് മുഴുവനായിട്ടും തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ടും പറ്റും. നമ്മളുടെ വീടൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു രീതിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മഞ്ഞളിൻ്റെയൊക്കെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ
അരികിലൂടെ വരുന്ന ഉറുമ്പിൻ്റെ ശല്യം എല്ലാം നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കളിക്കുന്ന തറയൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമ്മളുടെ വീടൊക്കെ വെക്കേണ്ടത് നമ്മളുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഹൈജീനിക്കായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സംരക്ഷണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഡെയിലി തുടയ്ക്കുന്നതാണ് വീടൊക്കെ. അപ്പോൾ ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മഞ്ഞൾ ചേർത്തത് കൊണ്ട് തന്നെ വെള്ള ടൈൽ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ കളർ പിടിക്കുന്നുള്ള ഒരു ടെൻഷൻ ഒന്നും തന്നെ വേണ്ട കേട്ടോ. എൻ്റെത് വന്നിട്ട് ഈ ഒരു കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒട്ടും തന്നെ കളർ പിടിക്കുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല കേട്ടോ. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.